പക്ഷെ കാലത്തിനെന്ത് കുറവ്? നമ്മളെന്തിന് കാലത്തിലേക്കെല്ലാം ചേരി തീർത്തി പറയണം? ഇപ്പത്തെ കാലം എങ്ങനെയാണെന്നല്ല, കാലക്കാരെ പറയേണ്ടത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ പഴിക്കുന്നു, എന്തിനും കാലത്തെ പഴിചാരുന്നു. സത്യത്തിൽ കാലത്തിനൊരു കുറവും ഇല്ല. വൽ ഐബു ഫീനാ, പോരായ്മയുള്ളത് നമ്മിലാണ്. നമ്മിലുള്ള കുറവെന്തിനാണ് കാലത്തിലേക്ക് ചേർത്തി പറയുന്നത്? കാലത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, കാലത്തെ കുറവാക്കി സംസാരിക്കരുത്. കാലത്തിന് സൗന്ദര്യം നൽകിയതും അതിനെ പടച്ച് സംവിധാനിച്ച് ചലിപ്പിക്കുന്നതും അല്ലാഹുവാണ്. കാലത്തിനെ പഠിക്കുമ്പോൾ അത് അല്ലാഹുവിനെ പഠിക്കലാകും. സത്യത്തിൽ ഈ കാലത്തുള്ള ഏറ്റവും വലിയ കുറവെന്താണെന്നറിയോ? നമ്മളാണ് ഈ കാലത്ത് ജീവിച്ചു എന്നുള്ളതാണ്. വമാലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മുടെ ഈ കാലത്തിനൊരു കുറവ് നമ്മൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. ആ കുറവ് ശരിക്ക് കാലത്തിന് സംസാരശേഷി അല്ലാഹു കൊടുക്കുന്നൊരു സമയം വരും. വലൗന തഖസ്സമാനു ലനാ ഹജാനാ. കാലം നമ്മളോട് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മെ കാലം കളിയാക്കി കരയും. കാലത്തെ അല്ലാഹു സാക്ഷിയാക്കി കൊണ്ടുവരുന്നൊരു സമയം വരുന്നുണ്ട് പരലോകത്ത്. സമയം എന്നുള്ളത് സാക്ഷിയായി എവിടെ വരും? ഒരു മുസ്ലിമായ മനുഷ്യന് 7 സാക്ഷികളല്ലേ അല്ലാഹു നൽകുന്നത്. അതിലൊരു സാക്ഷി സമാനാണ്. സമാൻ അവിടെ വിളിച്ചു പറയും, കറക്റ്റ് ടൈം പറയും, മണിക്കൂർ പറയും, സെക്കൻഡ് പറയും, മൈക്രോ സെക്കൻഡ് എല്ലാം കൃത്യമായി വിവരിച്ചു പറയും. ഒന്നും തെറ്റായി തോന്നുകയില്ല. ക്യാമറയിൽ ഇന്ന് കറക്റ്റായി ക്യാമറ മിന്നുമ്പോൾ മണിക്കൂറും മിനിറ്റും സെക്കൻഡ് സൂചിയും ഒക്കെ കാണാറില്ലേ? എല്ലാം വളരെ കൃത്യമായി കാണാറില്ലേ? 12:46 ആണ് നീ ഇവിടെ ആ നിയമം തെറ്റിച്ചത് എന്ന് ക്യാമറ മിന്നി കാണിക്കുന്നു. നീ കറക്റ്റ് നോക്കുമ്പോൾ ഒരു പിഴവും ഇല്ലാതെ നിനക്കത് ബോധ്യപ്പെടുന്നു. എങ്കിൽ സഹോദരാ, നാളെ ആഖിറത്തിൽ സമാന് വന്നിട്ട് സാക്ഷി നിൽക്കുമ്പോ സമാൻ അതിന്റെ കറക്റ്റ് കണക്ക് പറയും. നന്മ ചെയ്തതിനും സാക്ഷിയാകും, തിന്മ ചെയ്തതിനും സാക്ഷിയാകും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വായിക്കുന്ന ദിവസം എന്ന് ഖുർആൻ പറഞ്ഞത് ഈ വിവരണങ്ങളെ സംബന്ധിച്ചാണ്. ഇരിക്കട്ടെ, കാലത്തെ പഠിക്കരുത്. കാലത്തിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കാലവും മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.